ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. ബലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നിലകളിൽ അതിനെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന് നമ്മുടെ ശാരീരികമായ ബലവും രണ്ടാമത്തേത് മാനസികമായ ബലവുമാണ്. ശാരീരികമായ ബലം നമുക്ക് നമ്മുടെ ഭക്ഷണാദി കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൃത്യമായ പോഷകാഹാരങ്ങൾ കൃത്യസമയത്ത് കഴിക്കുമ്പോൾ അതിനെ നാം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. തുടർച്ചയായ എക്സസൈസുകളിലൂടെ ആ ബലത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ശാരീരികമായ ബലത്തെ വളർത്തി നാം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചെന്നിരിക്കാം. എന്നാൽ മാനസികമായ ബലം അങ്ങനെയല്ല. നാം പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തുടർച്ചയായ വ്യായാമങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും നമുക്ക് മനസ്സിന് ബലം ലഭിക്കണമെന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ബലം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. എത്രമാത്രം ശാരീരികമായ ബലമുണ്ടെങ്കിൽ പോലും മാനസികമായ ബലമില്ലാത്തൊരു വ്യക്തിക്ക് ജീവിതത്തെ മുൻപോട്ട് നയിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള ബലം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? തിരുവെഴുത്ത് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. 138 സങ്കീർത്തനം 3 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളത് ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ഏതൊരു കാര്യത്തെയും നേരിടണമെങ്കിൽ ധൈര്യം നമുക്ക് ഉണ്ടെങ്കിലേ മതിയാകുള്ളൂ. ഈ ധൈര്യം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? വലിയവനായ ദൈവം നമ്മുടെ ഉള്ളിൽ ബലം നൽകുമ്പോഴാണ് നമുക്ക് ധൈര്യമുണ്ടാവുന്നത്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏതിനെയും നേരിടുവാനുള്ള ഒരു ധൈര്യം അവർക്ക് ദൈവം നൽകുന്നതിൻ്റെ കാരണം എന്താണ്? അവർ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ദൈവം അവരുടെ ഉള്ളിൽ നൽകുന്ന ബലമാണ് അവരുടെ ധൈര്യത്തിന് നിദാനം. ഒരു കാര്യത്തിൻ്റെയും മുൻപാകെ പതറിപ്പോകുവാനിടയാകാതെ വണ്ണം ദൈവം അവരെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്നുള്ളത്. ദൈവവചനം നമുക്ക് നൽകുന്ന ഉറപ്പും ധൈര്യവും എത്രയോ വിലയേറിയതായ ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ ബലം നൽകിയാണ് ദൈവം നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ ഈ ധൈര്യം എന്ന് പറയുന്നത് രക്ഷയുടെ ഒരു വിലയേറിയ സംഭാവനയാണ്. ജീവിതത്തിൽ ഭയാശങ്കകളില്ലാതെ ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ ധൈര്യമാണ്. ഈ ധൈര്യം നമുക്ക് ലഭിക്കുന്നത് രക്ഷയിലൂടെയാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഉള്ളിൽ ബലം നൽകി ദൈവം കൊടുക്കുന്ന ധൈര്യമാണ് വാസ്തവത്തിൽ അവരെ നേരെ നിൽക്കുവാനിടയാക്കുന്നത്. അങ്ങനെ ദൈവം അവരെ ഏറ്റവും ബലശാലികളാക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. 84 സങ്കീർത്തനം 5 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. വലിയവനായ ദൈവത്തിൽ ബലം കണ്ടെത്തുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അർത്ഥാൽ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകുന്ന ബലമാണ് എല്ലാറ്റിനെയും അതിജീവിക്കുവാൻ നമ്മെ ഇടയാക്കി തീർക്കുന്നത്. നാം എത്രമാത്രം ശാരീരികമായി ബലശാലികളായിരുന്നാലും നമ്മുടെ ഉള്ളിൽ ബലമില്ല എങ്കിൽ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. ഏതൊരു കാര്യത്തെയും നേരിടണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ബലമാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ദൈവമക്കൾക്ക് ആ ബലം ദൈവം നൽകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ നാളുകളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പല പ്രതിസന്ധികളിലൂടെ നാം കടന്നു വന്നപ്പോഴും നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മെ ദൈവം ധൈര്യപ്പെടുത്തിയ അനേക ഉദാഹരണങ്ങൾ കാണുവാൻ നമുക്ക് കഴിയും. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വിശ്വാസിക്കുള്ള പ്രത്യേകത എന്താണ്? ലോക മനുഷ്യരിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്ന കാര്യം എന്താണ്? അവരുടെ ജീവിതത്തിൽ ഏതൊരു സമയത്തും ദൈവം അവരുടെ ഉള്ളിൽ നൽകുന്ന ബലം അവരെ ധൈര്യശാലികളാക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലെ ഒരു കാര്യത്തിൻ്റെ മുൻപാകെയും
പതറിപ്പോകാതെ ധൈര്യത്തോടെ നിൽക്കുവാൻ അവരെ സഹായിക്കുന്നത് ദൈവം അവരുടെ ഉള്ളിൽ നൽകുന്ന ബലമാണ് എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ നാം ശാരീരികമായി വളരെ ബലഹീനരായിരിക്കാം, ഒരുപക്ഷെ നാം രോഗികളായിരിക്കാം, വല്ലാതെ ക്ഷീണിതരായിരിക്കാം, ആശുപത്രി അഭയം പ്രാപിച്ചെന്നിരിക്കാം, കഴിഞ്ഞ ദീർഘനാളുകളായി ശാരീരികമായി വളരെ ക്ഷീണതയിലൂടെ കടന്നു പോകുന്ന നിലയിലായിരിക്കാം. എന്തൊക്കെ ആയിരുന്നാലും നമ്മുടെ ഉള്ളിൽ ദൈവം നൽകുന്ന ഒരു വലിയ ബലമുണ്ട്. ആ ബലം നമുക്കുള്ളത് കൊണ്ട് ധൈര്യശാലികളായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഏതൊരു പ്രയാസവും എന്നെ തളർത്തുന്നില്ല. പ്രത്യുത എന്നെ ശക്തനാക്കുന്ന ഒരുവൻ എന്നെ ധൈര്യത്തോടെ നിൽക്കുവാൻ സഹായിക്കുന്നു. എൻ്റെ കാലുകൾ വഴുതിപ്പോകാതെ അവിടുന്ന് എന്നെ ബലമായി പിടിച്ചിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ ജീവിക്കുവാൻ ദൈവമക്കളെ കർത്താവ് സഹായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ പൗലോസിന്റെ ശാരീരികമായ ബലഹീനതയിൽ ദൈവത്തോടെ താൻ സൗഖ്യത്തിനായി അപേക്ഷിക്കുന്ന രംഗം കാണുവാൻ കഴിയും. ആ സമയത്ത് ദൈവം പൗലോസിനോട് പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പൗലോസ് പറയുന്നതിന് മറ്റൊരർത്ഥതലം കൂടെ ഉണ്ട്. ഞാൻ ശാരീരികമായി ബലഹീനനായിത്തീരുന്നത് ഒരു വിധത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം എന്താണ്? ഞാൻ ശാരീരികമായി ബലഹീനനാകുന്തോറും ദൈവശക്തി എൻ്റെ മേൽ ധാരാളമായി ആവസിക്കുന്നു. അതുകൊണ്ട് ദൈവശക്തി ധാരാളം ആവസിക്കുവാൻ ഇടയായി തീരേണ്ടതിന് എൻ്റെ ബലഹീനതയെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. എൻ്റെ ശാരീരികമായ ബലഹീനതയെ ഞാൻ പ്രശംസിക്കുകയാണ്. കാരണം ദൈവശക്തി ധാരാളം എൻ്റെ മേൽ ലഭിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് പൗലോസ് വീണ്ടും പറയുകയാണ്, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ നമ്മെ ശക്തരാക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ ഇന്ന് രാവിലെ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. കോരഹപുത്രന്മാർ 84-ാം സങ്കീർത്തനത്തിൽ ഒരു ഉദാഹരണം കൊണ്ട് അത് സമർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും നിസാരരായിട്ടുള്ള 2 പക്ഷികളെയാണ് ഉദാഹരണമായി സമർത്ഥിക്കുന്നത്. ഒന്ന് വിലയില്ലാത്ത കുരികിലും രണ്ടാമത്തേത് ഏറ്റവും ചെറിയ മീവൽ പക്ഷിയും. അത് രണ്ടും എവിടെയാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്? വലിയവനായ ദൈവത്തിൻ്റെ യാഗപീഠത്തിന്മേൽ കൂടുകെട്ടിയിരിക്കുന്നു. ഇത് 2 സത്യങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുകയാണ്. ഒന്ന്, ബലഹീന ജാതിയായ ഈ കുരികിലും മീവൽ പക്ഷിയും ഏറ്റവും ബലശാലികളായി തീരുവാനുള്ള കാരണം അവർ വലിയവനായ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, നിരന്തരമായ യാഗങ്ങൾ നടന്നുകൊണ്ടിരുന്ന യാഗപീഠത്തിൽ ഒരു കാരണവശാലും ഒരു കിളിക്കൂടുണ്ടാകുവാൻ സാധ്യതയില്ല. എന്നാൽ കുരികിലും മീവലും കൂടുകെട്ടിയിരിക്കുന്ന യാഗപീഠത്തിന്മേൽ ഇന്ന് യാഗങ്ങളില്ല എന്നുള്ളത് നമ്മെ വിളിച്ചറിയിക്കുകയാണ്. ഒരു കാലത്ത് യാഗങ്ങൾ അതിലുണ്ടായിരുന്നു, എന്നാൽ ഈ കാലത്ത് യാഗങ്ങളുടെ ആവശ്യമില്ല. കാരണം ഏകയാഗമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം സംഭവിച്ചതിന് ശേഷമായി പഴയ നിയമകാലത്തുണ്ടായിരുന്ന യാഗങ്ങളൊന്നും ഇന്ന് ആവശ്യമില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുവാൻ ദൈവത്തിന് തിരുമനസ്സായി. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്തിലൂടെ സകല മാനവജാതിക്കും വിലയേറിയ രക്ഷ ദൈവം ദാനമായി നൽകി. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉള്ളിൽ ബലം ലഭിക്കുവാൻ ദൈവം ഇടയാക്കുന്നു. ധൈര്യത്തോടെ ജീവിക്കുവാൻ കർത്താവ് അവരെ സഹായിക്കുന്നു. അവരുടെ ശാരീരികമായ ബലഹീനതകളിലും അവരുടെ ഉള്ളിൽ ലഭിക്കുന്നതായ അതുല്യമായ ബലം അവരെ ധൈര്യശാലികളായി ജീവിക്കുവാൻ അനുവദിക്കുന്നു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്നുള്ള ഉന്നതമായ നിലയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരുപക്ഷെ നാം ശാരീരികമായി ബലഹീനരാണെങ്കിൽ പോലും ദൈവം നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്ന അനുഗ്രഹകരമായ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ ഉള്ളിൽ നൽകുന്ന അതുല്യമായ ബലം നിമിത്തം ധൈര്യശാലികളായി ജീവിക്കുവാൻ കർത്താവ് ഇടയാക്കും. ഏതൊരു പ്രതിസന്ധിയെയും നേരിടുവാനുള്ള അചഞ്ചലമായ ശക്തിയും ധൈര്യവും
ദൈവം നമുക്ക് നൽകി നമ്മെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് ആ നിലയിൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഇന്ന് രാവിലെയും ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എത്രയോ ബലഹീനരാണ് കർത്താവേ. അവിടുത്തെ മുൻപിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ എത്രയോ നിസാരരായിട്ടുള്ളവരാണ്. പൊടി സമാനരായിട്ടുള്ള, കൃമി സമാനരായിട്ടുള്ള, പുഴു സമാനരായിട്ടുള്ള ഞങ്ങളെ അവിടുന്ന് കരുതുന്ന എല്ലാ അനുഗ്രഹത്തിൻ്റെ വിധങ്ങൾക്കായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ബലം നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നത് അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ ശാരീരികമായി ബലഹീനരാകുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ബലം നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ എന്തിനേയും നേരിടുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകുന്നത് അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും കർത്താവേ ബലഹീനരായി തീർന്നുവെങ്കിൽ ഇന്ന് രാവിലെ അവിടുത്തെ ബലം, അവിടുത്തെ ധൈര്യം അവിടുന്ന് നൽകി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൽ ബലം നൽകി അവരെ ധൈര്യപ്പെടുത്തിയാട്ടെ. ഇന്നത്തെ ദിവസം സന്തോഷകരമായി അനുഗ്രഹകരമായി ജീവിപ്പാൻ അവരെ ഇടയാക്കണമേ കർത്താവേ. അവർക്ക് ആവശ്യമായ സൗഖ്യം നൽകി അവരെ സഹായിക്കുകയും ദീർഘായുസ് നൽകി പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റന്റെ യേശുവെ പോലാക്കിയിടുന്നെന്നെ. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റന്റെ യേശുവെ പോലാക്കിയിടുന്നെന്നെ. ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി, ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി. ചാർത്തിടുവാൻ അവൻ എന്നെ യോഗ്യനാക്കി തീർത്തതോർത്തു പാടും ഞാൻ.